വയനാട്ടിലെ നരഭോജി കടുവയെ തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. MS ലിഷോയുണ്ട് ഒപ്പം. ലിഷോയെ, അടുത്ത നടപടികൾ എങ്ങനെയാണ്? നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഈ കടുവയുടെ മുഖത്ത് വലിയ മുറിവുണ്ട്. ആ മുറിവിന് ആദ്യം മരുന്ന് വെക്കുക, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് നൽകുക എന്നതാണ് വനം വകുപ്പ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ആദ്യ നടപടി. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു താൽക്കാലിക കൂട്ടിലാണ്, അതായത് ഈ ലോറിയിൽ കൊണ്ടുവന്ന ആ കൂടിൽ നിന്ന് തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ഈ പ്രധാന കൂടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു കൂടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കൂടിൽ വെച്ച് തന്നെ ഈ കടുവയുടെ മുഖത്ത് ഉള്ള ഈ പരിക്കിന് വേണ്ട മുറിവുകൾക്ക് വേണ്ട മരുന്ന് വെച്ച് അതിന് ട്രീറ്റ്മെന്റ് പ്രാഥമികമായി നൽകും. അതിനുശേഷം വീണ്ടും തൊട്ടടുത്ത കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്യും. അതായത് ഈ നിരീക്ഷണത്തിനായി ഈ പാർപ്പിക്കുന്ന കൂട്, ഈ കൂട്ടിൽ ഒരു 45 ദിവസത്തോളം ഈ കടുവയെ പാർപ്പിക്കും. എന്നിട്ട് ഈ കൃത്യമായി ഓരോ ദിവസവും ഓരോ സമയവും ഇതിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരും അതിനോടൊപ്പം തന്നെ കെയർ ടേക്കർമാരും എല്ലാം തന്നെയുണ്ട്. ആഴ്ചയിൽ 6 ദിവസം ഭക്ഷണം നൽകിക്കൊണ്ട് ഉള്ള ഒരു ട്രീറ്റ്മെന്റും അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഇവിടെ നടക്കുക. അല്പസമയം മുമ്പാണ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഈ ക്വാറന്റൈൻ സെന്ററിലേക്ക് ഈ നിലവിൽ ഈ വയനാട്ടിൽ നിന്നുള്ള കടുവയെ എത്തിച്ചത്. വയനാട്ടിൽ നിന്നുള്ള കടുവയുമായുള്ള വനം വകുപ്പിന്റെ ലോറി ആദ്യം പുലർച്ചെ തന്നെ തൃശൂർ ജില്ലയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം പറവട്ടാനിയുള്ള വനം വകുപ്പ് കേന്ദ്രത്തിലെ അല്പസമയം അവിടെ വാഹനം നിർത്തിയ ശേഷം ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത്. അതിനിടയിൽ വഴിയിൽ ചെറിയ മാർഗതടസ്സമെന്നോണം ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള വഴിയിൽ ഒരു മരം വീണ് ഈ വാഹനം അല്പസമയം അവിടെ ബ്ലോക്ക് ആയിരുന്നു. അത് മാർഗതടസ്സം പിന്നീട് മാറ്റുകയും ചെയ്തു. പിന്നീട് ഏകദേശം 7:50 ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഈ വയനാട്ടിൽ നിന്നുള്ള ഈ കടുവയെ എത്തിച്ചത്. അതിനുശേഷം പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറിയിൽ നിന്ന് കൂട് താഴേക്ക് എത്തിക്കുകയും പിന്നീട് ഈ കൊണ്ടുവന്ന കൂട്ടിൽ നിന്ന് പ്രധാന കൂട്ടിലേക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ഒരു നടപടി എന്ന് പറയുന്നത് ഈ ചികിത്സ തന്നെയാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും വലിയ ശേഷമാണ് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് ഈ വന്യജീവി വകുപ്പ് അവരുടെ ലോറിയിൽ കടുവയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇവിടെ 2 കടുവകൾ, ഈ ഇപ്പോൾ കൊണ്ടുവന്ന കടുവയ്ക്ക് പുറമെ 2 കടുവകൾ കൂടി ഇവിടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ക്വാറന്റൈനിൽ നിരീക്ഷണത്തിലായി ഉണ്ട്. അത് നെയ്യാറിൽ നിന്ന് കൊണ്ടുവന്ന 2 പെൺകടുവകളാണ്. ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് 13 വയസ്സുള്ള ആൺകടുവയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ, അതിന്റെ ഒരു പരിപാലനവും എല്ലാം തന്നെ നോക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പുത്തൂരിലേക്ക് വയനാട്ടിൽ നിന്നുള്ള നരഭോജി കടുവയെ എത്തിച്ചിരിക്കുകയാണ്. വലിയ ശൗര്യം തന്നെയാണ് കാണിച്ചിരുന്നത്. അതായത് നേരത്തെ 2 കടുവകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്തുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ശൗര്യം കാണിക്കുന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷവും അത് കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ പറയുന്നത്. എന്തായാലും അടുത്ത നടപടികൾ ഉടൻ തന്നെ തുടങ്ങും. അതിനുശേഷമായിരിക്കും നിരീക്ഷണത്തിലേക്ക് മാറ്റുക. ശരി ലിഷോയ്. അങ്ങനെ ഒടുവിൽ ഭീകരനായ ആ നരഭോജി കടുവ കൂട്ടിലായി, കെണിയിലായി പുത്തൂരിലേക്ക് കൊണ്ടുവന്നു. ഇനി കുറച്ചുനാൾ നിരീക്ഷണത്തിലായിരിക്കും. മുഖത്ത് കാര്യമായ പരുക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കിയായിരിക്കും ആൾക്കാർക്ക് കാണുന്ന പാകത്തിലുള്ള ഒരു കടുവയാക്കി മാറ്റുക. അതുവരെ ഐസൊലേഷനിലായിരിക്കും.